കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച ചാവക്കാട് തെക്കൻ പാലയൂർ സ്വദേശി ബിനോയ് തോമസിന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ബിനോയ് തോമസിന്റെ വീട്ടിലെത്തി മന്ത്രിമാരായ ആർ ബിന്ദു, കെ രാജൻ എന്നിവർ കൈമാറി. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുകയ്ക്ക് പുറമെ ലോക കേരള സഭയിൽ ബിനോയിയുടെ കുടുംബത്തിന് ധനസഹായം നൽകണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് പ്രവാസി വ്യവസായ പ്രമുഖർ ഉൾപ്പെടെ നോർക്ക വഴി നൽകിയ ധനസഹായമാണ് കൈമാറിയത്. സംസ്ഥാന സർക്കാർ 5 ലക്ഷം, പ്രവാസി വ്യവസായികളായ യൂസഫലി 5 ലക്ഷം, രവി പിള്ള 2 ലക്ഷം, ഫൊക്കാന സംഘടനയുടെ പ്രസിഡന്റ് 2 ലക്ഷം ഉൾപ്പെടെ 14 ലക്ഷം രൂപയുടെ ധനസഹായമാണ് കൈമാറിയത്. പ്രവാസി പ്രമുഖനായ കെ മേനോൻ 2 ലക്ഷം രൂപ നോർക്ക മുഖാന്തരം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ബിനോയ് തോമസിന്റെ മകന് ജോലി വാഗ്ദാനം ചെയ്തതായും മന്ത്രിമാർ അറിയിച്ചു. ബിനോയ് തോമസിന്റെ കുടുംബത്തിന് സർക്കാരിന്റെയും ജനപ്രതിനിധികളുടെയും സവിശേഷമായ ശ്രദ്ധയും പരിഗണനയും ഉണ്ടാവുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ജാതിമത വർഗലിംഗ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ ഭേദമന്യേ സഹായം നൽകാൻ ഒന്നിച്ചതിന് മന്ത്രി കെ രാജൻ നന്ദി അറിയിച്ചു. അങ്ങനെ 14 ലക്ഷം രൂപയാണ് ഇപ്പോൾ കൈമാറുന്നത്. നേരത്തെ തൃശ്ശൂർക്കാരൻ കൂടിയായിട്ടുള്ള പ്രമുഖ വ്യവസായി കെ മേനോൻ 2 ലക്ഷം രൂപ നൽകാം എന്ന് അറിയിച്ചിട്ടുണ്ട്. അത് തുടർന്ന് നോർക്ക വഴി ലഭ്യമായാൽ ഉടനെ തന്നെ ഇവിടെ എത്തിക്കും. മരണം നടന്ന് 1 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഈ സഹായങ്ങൾ എത്തിക്കാൻ സർക്കാർ നല്ലതുപോലെ പ്രയത്നിച്ചു. നിയമസഭ നടക്കുന്നതിനിടയിലും ഞങ്ങൾ നേരിട്ട് കേരള ഗവൺമെന്റിന് പ്രതിനിധികളായി ഇവിടെ വന്നിത് വിതരണം ചെയ്യണം എന്ന് നിശ്ചയിക്കുകയായിരുന്നു. NK അക്ബർ MLA, ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, മുനിസിപ്പാലിറ്റി ചെയർമാൻ തുടങ്ങിയവർ സംബന്ധിച്ചു.